ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 30ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കണ്ടിരുന്നു, നമ്മൾ അഴകിയ ലൈല എന്ന് പറയുന്ന സോങ്ങിൻ്റെ പല്ലവി നമ്മൾ കണ്ടിരുന്നു. പാർട്ട് 1 ആയിട്ടുള്ള പല്ലവി നമ്മൾ കണ്ടു. ഇനി പാർട്ട് 2 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതിൻ്റെ അനുപല്ലവി. അപ്പം പാർട്ട് 2, അതായത് അനുപല്ലവിയും ചരണവും സെയിം തന്നെയാണ്. അപ്പം ഒരു ഫാം പഠിച്ചാൽ മതി, നമുക്ക് ചരണവും വായിക്കാൻ സാധിക്കും. അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം അഴകിയ ലൈല പാർട്ട് 2 അനുപല്ലവിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞത് ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ നോട്ടുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ട്യൂണുകളാണ് നമുക്ക് പാട്ട് ലിറിക്സ് നമുക്ക് അത്ര വശമില്ലെങ്കിലും നമുക്ക് ട്യൂൺ നോക്കി നമുക്ക് ചെയ്യാം. അപ്പം അതിൻ്റെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ലാ 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 ലാ. ഓക്കെ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലാ 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 ലാ. സിറകൊന്ന് വിധിത്താൽ നൂന്തലിയെങ്കെ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ നോട്ടുകൾ എന്ന് പറയുന്നത് 6 പ്രാവശ്യം ഇ, 6 പ്രാവശ്യം ഇ. അടുത്തത് ഇ ഇ ഡി ഇ എഫ്, ഇ ഡി ഇ എഫ്, ജി എഫ് ഇ. ഓക്കെ, അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം. 6 പ്രാവശ്യം ഇ. അത് കഴിഞ്ഞിട്ട് ഇ ഡി ഇ എഫ്. അടുത്തത് ജി എഫ് ഇ. ഇത് തന്നെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഇ ഡി ഇ എഫ് ജി എഫ് ഇ തന്നെ 3 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അതാണ് ഇപ്പോൾ 6 ഇ ജെക്കിയ ശേഷം 6. അത് കഴിഞ്ഞിട്ട് ഇ ഡി ഇ എഫ് ജി എഫ് ഇ, ഇ ഡി ഇ എഫ് ജി എഫ് ഇ, ഇ ഡി ഇ എഫ് ജി എഫ് ഇ. ഇങ്ങനെ 3 പ്രാവശ്യം ആ ഇ ഡി ഇ എഫ് ജി എഫ് ഇ ഞെക്കുന്നു. അതാണ് ആദ്യത്തെ ലാ 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 ലാ. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനി അടുത്തത് ലാ 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 ലാ. ഓക്കെ, അടുത്ത ലൈൻ എന്ന് പറയുന്നത് ഓക്കെ. ആ ട്യൂൺ എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യമേ 6 പ്രാവശ്യം ഡി. 6 ഇവിടെ 6 പ്രാവശ്യം ഇ ആണെങ്കിൽ ഇവിടെ തുടങ്ങുന്നത് 6 പ്രാവശ്യം ഡി. അടുത്ത ലൈൻ 6 പ്രാവശ്യം ഡി. അത് കഴിഞ്ഞിട്ട് ഡി സി ഡി ഇ, ഡി സി ഡി ഇ, ഡി സി ഡി ഇ. എന്നിട്ട് എഫ് ഇ ഡി, ഡി സി ഡി ഇ എഫ് ഇ ഡി, ഡി സി ഡി ഇ എഫ് ഇ ഡി. അതിന് ശേഷം വീണ്ടും ഡി സി ഡി ഇ, ഇ ഡി സി ബി, സി ഡി ഇ. ഓക്കെ, ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 6 പ്രാവശ്യം ഡി, പിന്നെ ഡി സി ഡി ഇ എഫ് ഇ ഡി. അതിട്ട് ഡി സി ഡി ഇ, ഇ ഡി സി ബി. അതിനുശേഷം സി ഡി ഇ. മനസ്സിലായെന്ന് വിശ്വസിച്ചു. അപ്പോൾ അത്ര ലൈൻ ഒന്ന് ഞാൻ വായിച്ച് കാണിക്കാം.
അതാണ് ആദ്യത്തെ 2 ലൈൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഓക്കെ. അതിന്റെ ട്യൂൺ എന്ന് പറയുന്നത് ഓക്കെ AAG. അടുത്ത നോട്ട് എന്ന് പറയുന്നത് ലല്ലല എന്നുള്ളത് AAG. അടുത്തത് GGF. അടുത്തത് FFE. അടുത്തത് EDC. ഒന്നുകൂടെ പറഞ്ഞു തരാം. AAG, GGF, FFE. അതിട്ട് EDC. ലല്ലല. അടുത്തത് DD. അടുത്തത് DD. അപ്പോൾ അതിട്ട് DCDE. അതിട്ട് EDC. അപ്പം ഒന്നുകൂടെ പറഞ്ഞുതരാം. AAG, GGF, FFE, EDC. അതിട്ട് DD, DCDE, EDC. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിക്കാസോവിൻ ഓവിയമുണ്ട്, വീതോവാകിൻ സിംബണിയുണ്ട്, പൊണ്ണായി മാറിയതോ. അതാണ് ഓക്കെ. ഓക്കെ. അതിന്റെ നോട്ട് എന്ന് പറയുന്നത് ഓക്കെ. അതിന് നോട്ട് എന്ന് പറയുന്നത് DDED, CCCDC, CCCDC. അതായത് DDED, CCCDC. അത് 2 പ്രാവശ്യം വായിക്കുക. അടുത്തത് BB, CBAA, BBCBA. ഓക്കെ. അപ്പം ഒന്നുകൂടെ ഞാൻ ആ നോട്ട് പറഞ്ഞു തരാം. DDED, CCCDC. അത് 2 പ്രാവശ്യം. അതിനുശേഷം BB, CBAA. ഒന്നെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ നോട്ടിൽ എന്തെങ്കിലും വ്യത്യാസം കാണും, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം. ഏതെങ്കിലും ഒരു നോട്ട് ക്ലിയർ ആയിട്ട് തന്നെ അതിനകത്ത് ഉണ്ടാവും. നിങ്ങൾ രണ്ടും ശ്രദ്ധിച്ച് തന്നെ വായിച്ച് പഠിക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് പിന്നെ അന്തപുരത്തിൻ മഹാറാണിയോ അത് നമ്മൾ പഠിച്ചതാണ്. അതൊന്നും ഞാൻ ചുമ്മാ വായിച്ച് കേൾപ്പിച്ചേക്കാം. നമ്മൾ കഴിഞ്ഞ നോട്ടിലുണ്ട്. അത് നമ്മുടെ കഴിഞ്ഞ നോട്ടിൽ ഉള്ളതാണ്, പല്ലവിയിൽ കിടപ്പുണ്ട്. അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലായി വായിക്കുക. അപ്പോൾ ഞാൻ ഇത് ഫുൾ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും അനുപല്ലവിയിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് റിപ്ലൈ തീർച്ചയായിട്ടും തരും. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ എത്തുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക്, നിങ്ങളുടെ റിലേറ്റീവ്സിനെല്ലാം അയച്ചു കൊടുത്ത് അവർക്കും കീബോർഡ് രംഗത്തേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നമ്മൾ വീഡിയോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.